നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയെയും അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അറസ്റ്റിലായ നടനുമായി തനിക്ക് ഭൂമി ഇടപാടുകൾ ഇല്ലായിരുന്നുവെന്ന് അതിക്രമത്തിനിരയായ നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. നടിയുടെ പേര് പരാമർശിച്ച സംഭവത്തിൽ അജു വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തി. ദിലീപിനെ കുടുക്കിയതാണെന്നും പിന്നിൽ സിനിമയെ വെല്ലുന്ന തിരക്കഥയെന്നും സഹോദരൻ അനൂപ്. കലാഭവൻ മണിയുടെ മരണത്തിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് മണിയുടെ സഹോദരൻ. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയെയും അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം. റിപ്പോർട്ടിലേക്ക്. കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശ്യം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കാവ്യ മാധവന്റെ ഒരു അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്. നടൻ ദിലീപുമായി ഉണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളാണ് തനിക്കെതിരായ അതിക്രമത്തിന് കാരണമായതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടനുമായി തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ഭൂമി ഇടപാടുകളും ഇല്ലെന്ന് നടി വ്യക്തമാക്കി. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അതിൽ വാസ്തവമില്ലാത്തതിനാൽ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണമെന്നും നടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം വരുന്നത്. തന്നെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടനുമായി തനിക്ക് യാതൊരു പണം ഇടപാടുകളും ഇല്ലെന്ന് നടി പറയുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു കുറിപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലെന്നും നടി പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മറ്റുള്ളവരെ പോലെ ഞാനും ഞെട്ടലോടെയാണ് കാണുന്നത്. ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനും നടനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഇല്ലാതാകുകയും ചെയ്തു. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണെന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തുവരണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെയെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ കൂടി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് നടി വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. ഹണി ബി 2 എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടി ഗോവയിൽ ഏറെ ദിവസം ഇല്ലാത്തതുമൂലം പദ്ധതി പാളുകയായിരുന്നു. ഹണി ബി 2 എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടി ഗോവയിൽ എത്തിയപ്പോഴാണ് ആദ്യം ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഡ്രൈവറായിരുന്നു സുനി. നടി ഏറെ ദിവസം ഗോവയിൽ ഇല്ലാതിരുന്നത് മൂലം ആക്രമണ പദ്ധതി പാളി. ഈ സമയത്തിനിടയ്ക്ക് സുനിക്ക് സഹായികളെ ഗോവയിൽ എത്തിക്കാനാകാതിരുന്നതും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ബസ്സിൽ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനാലാണ് 2013 നടന്ന ഗൂഢാലോചന സുനിക്ക് ഉടൻ നടപ്പാക്കാനാകാതിരുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതിയായ സുനി കോയമ്പത്തൂരിലേക്ക് മുങ്ങുകയായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളുമായി സുനി സഹകരിക്കാൻ ആരംഭിച്ചത്. 2016 നവംബറിൽ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് സുനിയും അവസാനഘട്ട ഗൂഢാലോചന നടത്തുകയും
ഈ വർഷം ഫെബ്രുവരിയിൽ നടിയെ ആക്രമിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരാമർശിച്ച സംഭവത്തിൽ പോലീസ് നടൻ അജു വർഗീസിന്റെ മൊഴിയെടുത്തു. സംഭവത്തിൽ അജുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. വിശദമായ പരിശോധനയ്ക്കായി ഫോൺ ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും. അതേസമയം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കേസിൽ കളമശ്ശേരി പോലീസാണ് അജുവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. സിഐയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. മൊഴിയെടുക്കലിൽ അജു കുറ്റം സമ്മതിച്ചു. മൊബൈൽ ഫോണിൽ നിന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും അജു പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അജുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ ചെയ്യും. ദിലീപ് നിരപരാധിയാണെന്ന് കരുതിയാണ് പോസ്റ്റ് ഇട്ടതെന്നും നടിയുടെ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലായിരുന്നെന്നും അജു പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയെന്നും വിഷയത്തിൽ താൻ നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അജു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്. അന്ന് ഞാൻ ആ പേര് ഉപയോഗിച്ചത്. നമ്മൾ തന്നെയാണ് അന്ന് ഞാൻ ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രൊസീഡിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്യും. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് അജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 228A പ്രകാരമുള്ള കുറ്റങ്ങളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപ് പൾസർ സുനിക്ക് നൽകിയ ആദ്യ കൊട്ടേഷൻ വൈകാൻ കാരണം സുനിയുടെ മോഷണ കേസ്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു ആ കേസ്. 2013 നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയിരുന്നെങ്കിലും മോഷണ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായതിനാലാണ് പദ്ധതി 4 വർഷം വൈകിയത്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. പാലായ്ക്കടുത്ത് കിടങ്ങൂരിൽ KSRTC ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഇതേ തുടർന്ന് ഏറെ നാൾ സുനി കോയമ്പത്തൂരിൽ ഒളിവിലായിരുന്നു. പിന്നീട് കോടതിയിൽ കീഴടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് എല്ലാത്തിൽ നിന്നും 1.5 വർഷത്തോളം സുനിക്ക് മാറി നിൽക്കേണ്ടിയും വന്നു. ഇതാണ് ദിലീപിന്റെ കൊട്ടേഷൻ വൈകാൻ കാരണം. സിനിമാ മേഖലയിൽ സജീവമായി രംഗപ്രവേശം നടത്താൻ വൈകിയതും ഇതുകാരണമാണ്. പിന്നീട് ജോർജ് ഏട്ടൻസ് പൂരം ലൊക്കേഷനിൽ വെച്ച് 2016 കൊട്ടേഷൻ പുതുക്കുന്നത്. തൃശൂരിലെ ടെന്നീസ് ക്ലബ് ലൊക്കേഷനിൽ വെച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. തിരിച്ചെത്താം, ഇടവേള. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്, ജോയ്സ് പാലസ് ഹോട്ടൽ, ഗരുഡ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ദിലീപിനെ എത്തിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കനത്ത പോലീസ് കാവലിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അതേസമയം കോൺഗ്രസ് MLA അൻവർ സാദത്തിനെതിരെ DYFI പരാതി നൽകി. തൊടുപുഴയിലും കൊച്ചിയിലുമായി പൂർത്തിയാക്കിയ തെളിവെടുപ്പുകൾക്ക് ശേഷം കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിലീപിനെ തൃശൂരിലെത്തിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ജോയ്സ് പാലസ് ഹോട്ടൽ, കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ് എന്നിവയ്ക്ക് പുറമെ ഗരുഡ ഹോട്ടലിലും തെളിവെടുപ്പ് നടന്നു. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൈമാറിയതിന്റെ അഡ്വാൻസായി 10,000 രൂപ നൽകിയ ജോയ്സ് പാലസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ രാവിലെ 11:15 ദിലീപിനെ എത്തിച്ചു. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്തിറക്കാനായില്ല. പോലീസ് വാഹനത്തിൽ ഇരുന്ന് തന്നെ തുക കൈമാറ്റം സംബന്ധിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി. 11:30 കുറുപ്പം റോഡിലെ ഗരുഡ ഹോട്ടലിൽ എത്തിച്ച ദിലീപിനെ 800 മുറിയിലെത്തിച്ച തെളിവെടുത്തു. 3 തവണകളിലായി 14 ദിവസങ്ങളിൽ ദിലീപ് ഇവിടെ താമസിച്ചപ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന കാര്യമാണ് പോലീസ് ആരാഞ്ഞത്. യുവജന സംഘടനകളുടെയും ജനങ്ങളുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലൂടെ 11:55 പോലീസ് വാൻ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബിൽ എത്തിച്ചു. പൾസർ സുനിയെ പരിചയമില്ല എന്ന ദിലീപിന്റെ മൊഴി വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിച്ച സെൽഫി ചിത്രങ്ങൾ പുറത്തുവന്നത് ഇവിടെ നിന്നാണ്. ക്ലബ്ബിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുത്തി പോലീസ് വിവരങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ജോർജ് ഏട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ കേസിലെ തെളിവായ സെൽഫി ചിത്രങ്ങളെടുത്ത ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിലീപിനെ ഇറക്കി തെളിവെടുപ്പ് നടത്തി. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം, കൊട്ടേഷൻ, അഡ്വാൻസ് കൈമാറൽ എന്നിവയ്ക്ക് പുറമെ 3 വർഷമായി ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യവും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസിന് ലഭ്യമായത്. തിരികെ ആലുവ പോലീസ് ക്ലബിലേക്ക് പോകുമ്പോഴും വൻ പ്രതിഷേധമാണ് ദിലീപിനെ കൊണ്ടുപോയ വാഹനത്തിനു നേരെ ഉണ്ടായത്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്.
നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന് സഹോദരൻ അനൂപ് പറയുന്നു. ഇതിനുവേണ്ടി തയ്യാറാക്കിയത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സ്ക്രിപ്റ്റ് എന്നും അനൂപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആ വാക്കുകൾ എല്ലാവർക്കും എന്താണ് അനൂപ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ അത് നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നത്. ആരാണ് എനിക്ക് പറയാൻ കഴിയില്ല. അതിനാണ് ഞാൻ അന്വേഷിക്കണം. ഇനി അതിന്റെ പുറകിലാണ്. അത് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അനൂപ്, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും ഒന്നുമില്ല. ഈ മഞ്ജുവിന്റെയും കാവ്യയുടെയും ബന്ധമാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നു. ഒന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇത് നമ്മൾ പറയില്ല, നമ്മളെ കേസ് ഇത് വന്നു, ഇത് വെച്ച് ഇത് തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരും. കുടുംബത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊന്നും എനിക്ക് അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് കേൾക്കുന്ന പലരും പ്രതി എന്ന് ചേർച്ചിട്ടുണ്ട്. ആരോപണമാണ്. പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിതൊന്നും കാണില്ല. കാര്യം എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരോടും എല്ലാ മലയാളികളോടും നമ്മുടെ കൂടെ നിൽക്കണം, വിശ്വസിക്കണം. രാംലീല അത് സംബന്ധിച്ച് വല്ലതും പറഞ്ഞിരുന്നു? റിലീസ് ചെയ്യണമല്ലോ, അവർ കോടികൾ മുടക്കുന്നല്ലേ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RV രാമകൃഷ്ണനും രംഗത്ത്. ഇതിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണം. ഭൂമി ഇടപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 2016 മാർച്ച് 6-നായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ മണിയുടെ മരണം. ശരീരത്തിൽ മിഥൈൻ ആൽക്കഹോളിന്റെ അംശം ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കീടനാശിനിയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി. ചെടിയിൽ കടിക്കുന്ന ഓർഗാനോഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്ലോറോഫെരിഫേസ് എന്ന കീടനാശിനിയായിരുന്നു അത്. എന്നാൽ മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മണിയുടെ മരണത്തിന് 1 വർഷത്തിന് ശേഷവും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. മണിയുടെ മരണത്തിൽ ദിലീപിനുള്ള പങ്കും അന്വേഷിക്കണമെന്ന് ബൈജു കൊട്ടാരക്കര അടക്കമുള്ള സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് ദിലീപിന്റെ പങ്കും അന്വേഷിക്കണമെന്ന ആരോപണവുമായി RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. അത് രാജാക്കാട് ഏരിയ, മൂന്നാർ ഏരിയയില് ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ ബൈജു കൊട്ടാരക്കരയ്ക്ക് ഫോൺ ചെന്നിട്ടുള്ളത്. ഒരിക്കലും സിനിമാ രംഗത്തു നിന്നുള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം കുടുംബത്തിലെ നമ്മുടെ ഗൃഹനാഥ നഷ്ടപ്പെട്ടു പോയി. അപ്പോ അതിനുശേഷം ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സിനിമാ സംബന്ധിയായിട്ടുള്ള ആളുകൾ ആരും നമുക്ക് സഹായം തന്നിട്ടില്ല. എല്ലാവരും ഒരു മരണ വീട്ടിൽ വന്നു പോകുന്നത് പോലെ എല്ലാവരും വന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു പോയി എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സഹകരണം ഈ സംഘടനാ ഭാഗത്തു നിന്നോ മറ്റു പേഴ്സണലായിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളായാലും നമ്മൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്. കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് അവര് നമ്മുടെ ഒപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, അത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് കൂടെ നിന്ന് അന്വേഷിക്കേണ്ടത് സുഹൃത്തുക്കളായിരുന്നു. അവരാരും തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. രാജാക്കാട്ടെ ഒരു ഡോക്ടർക്കും ഭാര്യയ്ക്കും ഭൂമി ഇടപാടിൽ പങ്കുണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണൻ ആരോപിക്കുന്നു. മരണസമയത്ത് താരസംഘടനയായ അമ്മ പോലും സഹായത്തിനെത്തിയില്ല എന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്. മലയാള സിനിമാ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ കുറെ സത്യങ്ങളും കുറെ ഊഹാപോഹങ്ങളും നിറഞ്ഞതാണെന്ന് പ്രശസ്ത സംവിധായകൻ ശ്യാമപ്രസാദ്. ഗോവയിൽ ചിത്രീകരണം നടക്കുന്ന നിവിൻ പോളി നായകനായ തന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഇടവേളയിൽ കൈരളി ടിവിയോട് സംസാരിക്കുകയായിരുന്നു ശ്യാമപ്രസാദ്. സിനിമാ കുടുംബത്തിൽ ഇന്ന് നടക്കുന്ന അപസ്വരങ്ങൾ തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ ഇതൊന്നും പുതിയ സിനിമാ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും ശ്യാമപ്രസാദ് അഭിപ്രായപ്പെട്ടു. കുടുംബത്തിലുണ്ടായിട്ടുള്ള ചില സ്വാരസ്യങ്ങൾ അത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ഒരു വലിയ കുടുംബമാകുമ്പോൾ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള സൊസൈറ്റി ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കില്ല. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ദിലീപുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറെ സത്യങ്ങളും കുറെ ഊഹാപോഹങ്ങളും നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. പലതും പറയുന്നുണ്ട്. പലതും കുറേ ഊഹാപോഹങ്ങളുണ്ട്, കുറച്ച് സത്യങ്ങളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്, അസത്യങ്ങളുണ്ട്. അതെല്ലാം കൂടി കുഴഞ്ഞിട്ടാണ് വരുന്നത്. ഒരു വ്യക്തിയുടെ പരിവർത്തനത്തിന്റെ കഥയാണ് ഹേ ജൂഡ്. നിവിൻ അവതരിപ്പിക്കുന്ന ജൂഡ് എന്ന കഥാപാത്രം ഗോവയിൽ വന്ന് പലരെയും കാണുകയും ബന്ധങ്ങളിലൂടെ നവീകരിക്കപ്പെടുന്നതുമാണ് പ്രമേയം. ഹേ ജൂഡിന്റെ ചിത്രീകരണവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഗോവയിലാണ് ശ്യാമപ്രസാദും താരങ്ങളായ നിവിൻ പോളിയും തൃഷയും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. യുവമോർച്ച നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ യുവതിയുടെ പേരിൽ പരാതി. യുവതി മറ്റു ചിലരെ കൂടി തട്ടിപ്പിന് ഇരയാക്കിയതായി പോലീസ് കണ്ടെത്തി. ഒറ്റപ്പാലം സ്വദേശിയിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പുതിയ കേസ്.
യുവമോർച്ച നേതാവ് സജിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയെന്ന് പോലീസ് സംശയിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി നിരവധി പേരിൽ നിന്ന് വൻ തുകകളാണ് വാങ്ങിയിരുന്നതെന്ന് പോലീസിന് ലഭിക്കുന്ന വിവരം. യുവതിയുടെ തട്ടിപ്പിനിരയായവരിൽ പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് 35 ലക്ഷം രൂപ യുവതി വാങ്ങിയിരുന്നതായി പുതിയ പരാതി ലഭിച്ചു. യുവമോർച്ച നേതാവിന്റെ ആത്മഹത്യയെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി ഉയർന്ന ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷമാവും കേസ് രജിസ്റ്റർ ചെയ്യുക. ഒറ്റപ്പാലം സ്വദേശിയായ പ്രവാസിയിൽ നിന്ന് 11 ലക്ഷം രൂപ യുവതി വാങ്ങിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നുവരികയാണ്. മരിച്ച യുവമോർച്ച നേതാവിന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ യുവതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടില്ലെന്നാണ് പോലീസിന് മനസ്സിലാവുന്നത്. എന്നാൽ നേരിട്ട് പണം കൊടുത്തിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇരുവരുടെയും ഫോൺ സംഭാഷണങ്ങൾ പരിശോധിച്ചപ്പോൾ മരിച്ച സജിൻ രാജും യുവതിയുമായി ഗാഢബന്ധമുണ്ടായിരുന്നതായി പോലീസിന് വ്യക്തമായി. എന്നാൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുവതി സജിൻ രാജിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇതിന്റെ കാരണവും പോലീസ് തിരയുന്നുണ്ട്. മരിച്ച സജിൻ രാജിന് 4 ലക്ഷം രൂപ മാത്രമാണ് കടമെന്നതുകൊണ്ട് സാമ്പത്തിക പ്രാരാബ്ധമല്ല ആത്മഹത്യയ്ക്ക് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. യുവതിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ച പോലീസ് യുവതിയുടെ തന്നെ അടുത്ത ബന്ധുക്കളുടെ ഇടപാടുകളും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊന്നിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 2 വർഷം. പെൺകുട്ടികളുടെ മരണം നടന്ന് 2 വർഷമായിട്ടും മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ രാജി, ആര്യ, ആതിര എന്നിവർ 2 വർഷം മുമ്പാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. 2015 ജൂലൈ 13 രാജിയുടെയും ആതിരയുടെയും മൃതദേഹങ്ങൾ പാലക്കാട് മങ്കരയിലെ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആര്യ ജൂലൈ 20 മരണപ്പെട്ടു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിന്റെ കാരണം കണ്ടെത്താൻ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് സാധിച്ചിരുന്നില്ല. മക്കളുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇന്നും പോരാടുകയാണ് ഇവരുടെ മാതാപിതാക്കൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് 2 വർഷം കഴിയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് സത്യാവസ്ഥ ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ മുന്നോട്ട് പോയി ക്രൈംബ്രാഞ്ചിന് ഡിസംബർ 6 മാസമായി ഡിസംബർ 6 തീയതിയാണ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നത്. ഇതുവരെയായിട്ടും അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയും ഞങ്ങൾക്കൊരു നീതിയും ലഭിക്കുന്നില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യം മുതൽ തന്നെ ഇവർ തൃപ്തരായിരുന്നില്ല. അധികാരത്തിലേറിയ ഇടതു സർക്കാർ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാതെ വന്നതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ടാബിൽ നിന്നും പ്രതികളെക്കുറിച്ച് ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും കോന്നിയിലെത്തിയും വിശദമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിലും മരണം നടന്ന 2 വർഷമായിട്ടും മരണത്തിന് പിന്നിലെ കാരണം അറിയാത്തതിനാൽ സങ്കടപ്പെടുകയാണ് 3 കുടുംബവും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോഴിക്കോട് ചാത്തമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിലായി. കാരമൂല സ്വദേശി KK ജനാർദ്ദനനെ മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3ഉം 4ഉം ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത സ്കൂൾ അധ്യാപകനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് CI ആണ് അറസ്റ്റ് ചെയ്തത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ LP സ്കൂൾ അധ്യാപകനാണ് അറസ്റ്റിലായ KK ജനാർദ്ദനൻ. പീഡനക്കേസിനെ തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു. ജോലി ചെയ്തു വന്ന സ്കൂളിലെ 9 വിദ്യാർത്ഥിനികളെയാണ് ഇയാൾ പീഡനത്തിനിരയാക്കിയത്. രക്ഷിതാക്കൾ പ്രധാനാധ്യാപികയ്ക്ക് നൽകിയ പരാതിയിൽ കോഴിക്കോട് ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തുവന്നത്. കുട്ടികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ പേർ ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് വ്യക്തമായി. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ മാവൂർ പോലീസ് അധ്യാപകനെതിരെ കേസെടുത്തിരുന്നു. മുമ്പും ഇയാൾക്കെതിരെ ഇത്തരം പരാതി ഉയർന്നതായി പോലീസിന് വിവരം ലഭിച്ചു. മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ജനാർദ്ദനെ ചോദ്യം ചെയ്യലിനു ശേഷം വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. അതേസമയം അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പും നടപടിയെടുത്തിട്ടുണ്ട്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോഴിക്കോട് DDE ആണ് ഉത്തരവിട്ടത്. സ്കൂളിൽ AEO നേതൃത്വത്തിൽ തെളിവെടുപ്പും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടയം കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. ചേർത്തല കോതമംഗലം സ്വദേശികളായ ശ്യാം അശോക്, റോജിൻ ജോബി എന്നിവരാണ് മരിച്ചത്. ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള ഇല്ലിക്കൽക്കൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമാണ് അപകടം നടന്ന കട്ടിക്കയം വെള്ളച്ചാട്ടം. ഒരു ദുരന്ത കാഴ്ച. 3 അംഗ സംഘം ഇല്ലിക്കൽക്കല്ല് സന്ദർശിച്ച് മടങ്ങും വഴി കുളിക്കാനിറങ്ങിയതിനിടെ ശ്യാമും റോജിനും കാൽവഴുതി വലിയ കയത്തിൽ മുങ്ങിത്താഴ്ന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നിഗമനം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വിൻസെന്റ് അറിയിച്ചതിനെ തുടർന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴയിൽ നിന്നുമുള്ള അഗ്നിശമന സേനയാണ് രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയത്. മേലുകാവ് പോലീസ് എത്തി ഉടൻ തന്നെ ഇരുവരെയും ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് 6 മാസത്തിന് മുൻപും സമാന രീതിയിൽ അപകടം നടന്നതായി നാട്ടുകാർ പറയുന്നു.
വഴുക്കലുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നിറങ്ങിയാൽ മാത്രമേ കയത്തിന് സമീപത്ത് എത്താൻ കഴിയൂ. മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ സംരക്ഷണ വേലികളോ ഒരുക്കാനും അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന AIADMK നേതാവ് ശശികലയ്ക്ക് ലഭിക്കുന്നത് VIP പരിഗണനയെന്ന് റിപ്പോർട്ട്. ശശികല കഴിയുന്ന അഗ്രഹാര ജയിലിൽ സ്വന്തമായി അടുക്കളയും പ്രത്യേക സഹായമുണ്ടെന്നും ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ലഭിക്കാൻ ശശികല 2 കോടി രൂപ കോഴയായി ജയിൽ അധികൃതർക്ക് നൽകിയെന്നും പ്രിസൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം കർണാടക മുഖ്യമന്ത്രി വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ADMK നേതാവ് ശശികലയ്ക്ക് സ്വകാര്യ അടുക്കള ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ജയിലിൽ ഒരുക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ജയിൽ വാർഡൻ അടക്കമുള്ള ഉന്നതോദ്യോഗസ്ഥർക്ക് 2 കോടി രൂപ കൈക്കൂലിയായി നൽകിയാണ് ശശികല ജയിലിൽ VIP സൗകര്യങ്ങൾ നേടിയെടുത്തതെന്നും ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശശികലയുടെ സെല്ലിനോട് ചേർന്ന് പ്രത്യേകം അടുക്കള ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യാനായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. 2 കോടിയിൽ 1 കോടി രൂപ ജയിൽ DG സത്യനാരായണ റാവുവിനും ബാക്കി 1 കോടി മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും പ്രിസൺ DIG നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് ഇൻസ്പെക്ടർ ജനറലിനും അഴിമതി നിരോധന ബ്യൂറോയ്ക്കും ആഭ്യന്തര സെക്രട്ടറിക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെന്നും വാസ്തവവിരുദ്ധമാണെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ജയിൽ DG റാവു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. പ്ലാച്ചിമടയിലെ കൊക്കോകോള ഫാക്ടറി ഇനി തുറക്കില്ല. ഫാക്ടറി ഇനി ഒരിക്കലും തുറക്കാൻ ഉദ്ദേശമില്ലെന്ന് കൊക്കോകോള കമ്പനി സുപ്രീം കോടതി അറിയിച്ചു. ഫാക്ടറിക്ക് പെരുമാട്ടി പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി റദ്ദാക്കി. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കൊക്കോകോള കമ്പനി മുട്ടുമടക്കിയത്. പ്ലാച്ചിമടയിൽ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കോള ഫാക്ടറി ഇനി തുറക്കില്ല. ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് കൊക്കോകോള കമ്പനി സുപ്രീം കോടതിയെ അറിയിച്ചു. ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ 3 വ്യവസ്ഥകൾ പാലിക്കണമെന്ന് 2004 പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിച്ചതോടെയാണ് നിയമ പോരാട്ടത്തിന് തുടക്കം. പഞ്ചായത്തിൽ നിന്നും ജലം ഉപയോഗിക്കരുത്, ഫാക്ടറി മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ നിർമ്മാർജ്ജനം ചെയ്യണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കരുത് എന്നിവയായിരുന്നു വ്യവസ്ഥകൾ. ഇതിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ലൈസൻസ് നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പെരുമാട്ടി പഞ്ചായത്തും സംസ്ഥാന സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും സുപ്രീം കോടതിയെ സമീപിച്ചു. 12 വർഷത്തിലധികമായി തുടരുന്ന കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ ഫാക്ടറി ഇനി തുറക്കാൻ ഉദ്ദേശമില്ലെന്നും നടപടികൾ അവസാനിപ്പിക്കണമെന്നും കൊക്കോകോള കമ്പനി ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി ഹർജി തീർപ്പാക്കി. എന്നാൽ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്ന ഫാക്ടറികൾക്ക് ലൈസൻസ് നിഷേധിക്കാൻ പഞ്ചായത്തുകളുടെ അധികാരം സംബന്ധിച്ച വിഷയം ഇപ്പോൾ തീർപ്പാക്കുന്നില്ലെന്നും കോടതി അറിയിച്ചു. സമാനമായ മറ്റു കേസുകളിൽ ഈ വിഷയം ഉന്നയിക്കാമെന്നും ജസ്റ്റിസ് രോഹിംഗ്ടൺ നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഫാക്ടറി അടച്ചുപൂട്ടിയെങ്കിലും ദുരിതം പേറുന്ന പ്ലാച്ചിമട നിവാസികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.